ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജാനുവരി മാസം പകുതിയായി കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ 2026 നോട്ടിഫിക്കേഷൻ വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒന്ന് രണ്ട് പേര് നമ്മൾ മെസ്സേജ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജ് പോസ്റ്റിലേക്ക് കേരള ഹൈക്കോടതി നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സിവിൽ ജഡ്ജ് എക്സാം, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള മജിസ്ട്രേറ്റ് ടെസ്റ്റ്. അപ്പോൾ ഈ മജിസ്ട്രേറ്റ് എക്സാമിനെ ചുറ്റിപ്പറ്റി പ്രധാനപ്പെട്ട കുറച്ച് ഡൗട്ടുകളുണ്ട്. പ്രത്യേകിച്ച് 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, പ്രാക്ടീസ് നിർബന്ധമാക്കിയോ? അതായത് ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് മജിസ്ട്രേറ്റ് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത്, മജിസ്ട്രേറ്റ് എക്സാം അല്ലെങ്കിൽ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് ഏജ് ക്രൈറ്റീരിയ ഉണ്ടോ? ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. 35 വയസ്സാണ്. പക്ഷേ അതിൽ തന്നെ OBC, SC, ST, PWD കാൻഡിഡേറ്റ്സിന് അതിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് ജനറൽ കാറ്റഗറിക്കാർക്ക് 35 വയസ്സ് വരെയാണ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക. OBC കാൻഡിഡേറ്റ്സിന് 38 വയസ്സ് വരെയും, SC, ST കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെയും, PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ് 45 വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ ഓർത്ത് വെച്ചോ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. SC, ST, OBC, PWD കാറ്റഗറീസിലുള്ള കാൻഡിഡേറ്റ്സിന് എന്തുണ്ട്? ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ ഡൗട്ട്, മോഡ് ഓഫ് സെലക്ഷൻ. എങ്ങനെയാണ് ഈ സിവിൽ ജഡ്ജ് എക്സാം നടത്തുന്നത്? ഈ ജഡ്ജ് എക്സാം 2 ലെവൽസാണുള്ളത്. ഒന്ന് പ്രിലിംസ് പരീക്ഷ. പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ മെയിൻസ് എക്സാമും ഉണ്ട്, അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് എന്ത് ചെയ്യുന്നത്? ജഡ്ജസിനെ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ലെവൽ എക്സാമാണുള്ളത്, ഓർത്ത് വയ്ക്കാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഡൗട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര്, ഒരുപാട് പേരോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, സാർ ഈ സിവിൽ ജഡ്ജ് പരീക്ഷ അല്ലെങ്കിൽ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ LLBക്ക് ഇത്ര ശതമാനം മാർക്ക് വേണോ? 60% മാർക്ക് വേണോ? 55% മാർക്ക് വേണോ? 65% മാർക്ക് വേണോ? അപ്പോൾ നമുക്ക് ആദ്യം കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ്റെ 2025 നോട്ടിഫിക്കേഷൻ, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ഒന്ന്, ബീയിങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പിന്നെ രണ്ടാമത്തത്, ഹോൾഡർ ഓഫ് എ LLB ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ബൈ ബാർ കൗൺസിൽ ഫോർ ദ പർപ്പസ് ഓഫ് എൻറോൾമെൻറ്റ് ആസ് ആൻ അഡ്വക്കേറ്റ്. ഹോൾഡർ ഓഫ് എൻ LLB ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ബൈ ബാർ കൗൺസിൽ. പിന്നെ ഏജ് ലിമിറ്റ് ഓൾറെഡി ഞാനത് പറഞ്ഞു. പിന്നെ ഷാൽ ബി ഓഫ് ഗുഡ് ക്യാരക്ടർ, ക്രിമിനൽ കേസുകൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ലാണ്ടിരിക്കുക. പിന്നെ സൗണ്ട് ഹെൽത്ത് വിത്ത് നോ ബോഡിലി ഇൻഫർമിറ്റീസ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ നമുക്ക് വായിച്ചാൽ അറിയാം, ഇവിടെ എവിടെയും ഒരു പേഴ്സൻറ്റേജ് ബാറോ മാർക്ക് ബാറോ പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് LLB പാസ്സായിട്ടുള്ള ഒരു വ്യക്തിക്കും, ഓക്കെ, LLB ഡിഗ്രിയുള്ള ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് കോളേജിൽ നിന്ന് LLB ഡിഗ്രിയുള്ള ഏതൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ മാർക്ക് ബാറോ ഈ പരീക്ഷയ്ക്ക് ഇല്ല. അടുത്തത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, പ്രാക്ടീസ് മാൻഡേറ്ററി ആക്കിയോ? ഓർത്ത് വയ്ക്കുക, 2025 വരെ പ്രാക്ടീസ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. ഓക്കെ, ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മജിസ്ട്രേറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. എന്നാൽ 2025 മെയ് മാസത്തിൽ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയത്. ആ കേസാണിത്, ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ കൃത്യമായിട്ട് ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്, 2026 മുതൽ അതായത് ഈ വർഷം മുതൽ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതേണ്ട ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ കാൻഡിഡേറ്റ്സും 3 വർഷത്തെ പ്രാക്ടീസ് ബാർ ഉണ്ടായിരിക്കണം. അതായത് 3 വർഷത്തെ പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് 2026 മുതൽ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രസക്ത ഭാഗം ഞാൻ എടുത്ത് അങ്ങനെ തന്നെ ഇതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾ ഹൈക്കോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ദ കൺട്രി shall amend the relevant service rules to the effect that candidates desirous of appearing in the examination for the post of civil judge junior division, അതാണ് പോസ്റ്റിൻ്റെ പേര്. നമ്മുടെ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതി നമ്മൾ കിട്ടുന്ന ആ പോസ്റ്റിൻ്റെ പേരാണ് സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ. മസ്റ്റ് ഹാവ് എ പ്രാക്ടിക്കൽ മിനിമം പ്രാക്ടീസ് ഓഫ് മിനിമം 3 years. 3 വർഷത്തെ മിനിമം പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഡൗട്ട് ക്ലാരിഫൈഡ് ആയി. ഓക്കെ, ഇനി അങ്ങോട്ട് 2026 മുതൽ ഫ്രഷേഴ്സിന് എഴുതാൻ സാധിക്കില്ല. 3 വർഷത്തെ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് എഴുതാൻ പറ്റും. ഇനി ഈ പ്രാക്ടീസ് എങ്ങനെയാണ് അളക്കുന്നത്? അതിലൊരു ഡൗട്ടുണ്ട്. എയ്ബ് പാസ്സായിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടാണോ,
അതോ ബാറിൽ ഏതെങ്കിലും ഒരു മറ്റേ അഡ്വക്കേറ്റ്സ് ബാറിൽ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡേറ്റ് തൊട്ടാണോ ഈ 3 ഇയർ അളക്കുന്നത്? അതും ഈ ജഡ്ജ്മെന്റ്, ഈ ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് പറയുന്നത് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് completed by a candidate desirous of appearing in the examination for the post of civil judge shall be calculated from the date of provisional enrollment with the concerned state bar council. അതായത് നമ്മുടെ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് ഡേറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ പ്രാക്ടീസ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2023 സെപ്റ്റംബർ 10 എൻറോൾ ചെയ്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. 2023 സെപ്റ്റംബർ 10 എൻറോൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് 3 വർഷം എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? 2024 സെപ്റ്റംബർ 10, 2025 സെപ്റ്റംബർ 10, 2026 സെപ്റ്റംബർ 10. 2026 സെപ്റ്റംബർ 10 ആ ഒരു പേഴ്സണ് 3 വർഷം എന്ത് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് 2026 സെപ്റ്റംബർ 10 ശേഷം വരുന്ന സിവിൽ ജഡ്ജ് എക്സാം അല്ലെങ്കിൽ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനാണ് ഈ കാൻഡിഡേറ്റ് എഴുതാൻ സാധിക്കുള്ളൂ. അതായത് നമ്മുടെ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് ഡേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ത് ചെയ്യുക, കണക്കാക്കുക. പിന്നെ LLM പ്രാക്ടീസായിട്ട് കണക്കാക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് ഡേറ്റ് വെച്ചിട്ട് 3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. ഈ ഒരു 3 വർഷത്തെ പീരീഡ് ആക്റ്റീവ് പ്രാക്ടീസ് തന്നെ ചെയ്യണമെന്നൊന്നും ജഡ്ജ്മെൻറ്റിൽ പറയുന്നില്ല. 3 ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പീരീഡിൽ നമുക്ക് LLM ചെയ്യുകയാണെങ്കിലും കുഴപ്പങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഡൗട്ട്, എപ്പോഴാണ് നോർമലി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക? അപ്പോൾ പ്രധാനമായും എല്ലാ വർഷവും ജാനുവരി മാസം ഒരു പകുതിയോടെ നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് മെയ് മാസത്തിൽ പ്രിലിംസും, അത് കഴിഞ്ഞ് 1 മാസം 1.5 മാസം കഴിഞ്ഞ് മെയിൻസും, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ നടക്കും. ഓക്കെ, അപ്പോൾ ഈ വർഷം 2025 വൈവ പതിവിലും വൈകിയാണ് നടന്നത്. അതായത് കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിലാണ് 2025 എക്സാമിൻ്റെ വൈവ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി അടുത്ത വീക്കൊക്കെ ആയിട്ട് റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റിസൾട്ട് വരുന്നതിൻ്റെ ഒപ്പം തന്നെ 2026 നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റ് ഈ മന്ത് ലാസ്റ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു മേജർ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 മുതൽ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ 3 വർഷത്തെ പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് അളക്കുന്നത് നമ്മുടെ എൻറോൾമെൻറ്റ് ഡേറ്റ് വെച്ചിട്ടായിരിക്കും അളക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ എയ്ബ് പാസ്സായ ഡേറ്റ് വെച്ചോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാർ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബാർ കൗൺസിലിൽ ഏതെങ്കിലും ബാറിൽ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചോ ഒന്നും തന്നെ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ സോ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.